ഉണ്ട്. ഇത് കോടതി ഉത്തരവ് വരും, നല്ല ഉത്തരവ് വരും, നല്ല ഉത്തരവ് കിട്ടും, നല്ല ബോധ്യമുണ്ട്. അല്ലെങ്കിൽ ഇവനെ ഇറങ്ങിപ്പോട്ടെ, ആ കോടതിക്ക് നിയമമുണ്ടല്ലോ, ആ കോടതി ഇവനെ ഇറക്കി വിടട്ടെ. അതായി ചെയ്യേണ്ട. ജനങ്ങൾക്ക് ബോധ്യമില്ല, ജനങ്ങൾക്ക് വേണ്ട, ജനങ്ങൾ മടുത്തു. അപ്പം ഇവൻ രാജിവെച്ച് പോകണമല്ല, നല്ലേ അത് കോടതി ചെയ്തു തരണം. ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. നമസ്കാരം. വീണ വിജയന് മാസപ്പടി വാങ്ങിക്കാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് അവകാശപ്പെട്ട് എന്റെ ക്ഷേമ പെൻഷൻ കിട്ടണമെന്ന് പറയാൻ പാടില്ലാത്തത്? അടിമാലിയിൽ പിച്ചച്ചട്ടിയും എടുത്ത് ഭിക്ഷ തെണ്ടിയ മറിയക്കുട്ടി എന്ന വയോവൃദ്ധയുടെ വാക്കുകളാണിത്. വലിയ വലിയ ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ അവർക്ക് മാസപ്പടി ഇനത്തിലും നോക്കുകൂലിയുമെല്ലാമായി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ക്ഷേമ പെൻഷൻ വാങ്ങി, റേഷൻ അരി വാങ്ങി കഞ്ഞി കുടിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് പണം നൽകുവാൻ മറ്റാരുമില്ല. വേറെ എവിടെ നിന്നും ഒരു സഹായം കിട്ടാനില്ല. കഞ്ഞി കുടിക്കണമെങ്കിൽ സർക്കാർ അനുവദിച്ചു തന്നിരിക്കുന്ന ഈ ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് വേണം. ഇത് എൻ്റെ അവകാശമാണ്, ഞാൻ ആരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നതല്ല. ഇതെനിക്ക് കിട്ടാൻ അവകാശമാണ്, ഇതെന്റെ സ്വാതന്ത്ര്യമാണ്. ഇതിനെ ആരെങ്കിലും തടഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചോദ്യം ചെയ്യും. ഹൈക്കോടതിയിൽ പോയിട്ടാണെങ്കിൽ പോലും ഞാനത് ചോദ്യം ചെയ്യും. ഇങ്ങനെ തന്നെയാണ് മറിയക്കുട്ടി പറഞ്ഞത്. വലിയ വലിയ ആളുകൾ അഴിമതിയിലൂടെയും അല്ലെങ്കിൽ മറ്റു പല രീതിയിലൂടെയും വഴിവെട്ട മാർഗങ്ങളിലൂടെ അവരെല്ലാം പണമുണ്ടാക്കുന്നു, സമ്പാദിക്കുന്നു, സുഖലോലുപരായി ജീവിക്കുന്നു. അതിലൊന്നും എനിക്ക് പരാതിയില്ല. അവർ അവരുടെ രീതികളനുസരിച്ച് ജീവിക്കട്ടെ. പക്ഷെ എന്നെപ്പോലെ പാവപ്പെട്ടവരുടെ കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്തവരുടെ ക്ഷേമ പെൻഷൻ മുടക്കിക്കൊണ്ട് ഇവർ എന്ത് തരത്തിലുള്ള ഭരണമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഭരണസമിതി അംഗങ്ങളെയും വലിച്ചു കീറി കുടഞ്ഞ് പൊളിച്ചടുക്കിക്കൊണ്ട് മറിയക്കുട്ടി എന്ന വയോവൃദ്ധ ചോദിച്ചത്. ഞങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞി കുടിക്കുവാനുള്ള ക്ഷേമ പെൻഷൻ എത്തിച്ചു തരാൻ സാധിക്കാത്ത തരത്തിൽ ഇവർക്ക് എന്ത് തരത്തിലുള്ള ദാരിദ്ര്യമാണ് ഉണ്ടായിരിക്കുന്നത്? അങ്ങനെ ഒരു ദാരിദ്ര്യമുണ്ടെങ്കിൽ ഇവർ ഇത്തരം കൂത്തുകൾ എങ്ങനെ നടക്കുന്നു? അതായത് മറിയക്കുട്ടി ഉദ്ദേശിച്ചത് ഈ കേരളീയം പോലുള്ള പരിപാടി അല്ലെങ്കിൽ നവകേരള സദസ് പോലുള്ള പരിപാടി അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള വിരുന്നുകൾ, ഇതൊക്കെ സംഘടിപ്പിക്കാൻ ഇവർക്ക് കാശുണ്ട്. പക്ഷെ എന്നെ പോലെ ക്ഷേമ പെൻഷൻ കിട്ടി കഞ്ഞു കുടിക്കുന്ന ആളുകൾക്ക് അത് അനുവദിച്ചു തരാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല. ഇതെന്തൊരു ലജ്ജാകരമാണ്! ഇത് നാണം കെട്ട പരിപാടിയാണ്. ഭരിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോണം എന്നാണ് മറിയക്കുട്ടി തുറന്നടിക്കുന്നത്. ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ അടിമാലി ടൗണിൽ പിച്ചച്ചട്ടിയുമായി തെണ്ടാനിറങ്ങിയ മറിയക്കുട്ടിയെ പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല. മറിയക്കുട്ടിയുടെ ഈ വാർത്ത വന്നതിന് ശേഷം സുരേഷ് ഗോപി അടക്കം, നടൻ കൃഷ്ണകുമാർ അടക്കം ധാരാളം ജീവകാരുണ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും മറിയക്കുട്ടിക്ക് സഹായവുമായി മറിയക്കുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ എനിക്ക് അവകാശപ്പെട്ട ക്ഷേമ പെൻഷൻ ഇനിയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നായിരുന്നു മറിയക്കുട്ടി പറഞ്ഞത്. മറിയക്കുട്ടി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു, തന്റെ പ്രശ്നങ്ങൾ ഹൈക്കോടതിയോട് പറഞ്ഞു. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാണ് മറിയക്കുട്ടിയുടെ കേസെത്തിയത്. ദേവൻ രാമചന്ദ്രൻ സർക്കാരിനെ അതിനിശിതമായി വിമർശിച്ചിരിക്കുന്നു. മറിയക്കുട്ടിയുടെ ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് കൊടുക്കാനായില്ലെങ്കിൽ 3 മാസത്തെ ചിലവെങ്കിലും സർക്കാർ ഏറ്റെടുക്കണം എന്ന് അതിനിശിതമായ രീതിയിൽ ദേവൻ രാമചന്ദ്രൻ വിധി പുറപ്പെടുവിച്ചു. ഇപ്പോൾ വീണ്ടും മറ്റൊരു സുപ്രധാനമായ വിധി കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു. മറിയക്കുട്ടിയുടെ കാര്യത്തിൽ അന്വേഷണത്തിന് വേണ്ടി അമിക്കസ് ക്യൂറിയെ ഏർപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ മാസപ്പടി വാങ്ങിക്കുന്നത് പോലുള്ള ആക്ഷേപകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ എന്നെ പോലുള്ളവർക്ക് ക്ഷേമ പെൻഷൻ പോലും തരാതെ ഇങ്ങനെ നരകിക്കുന്ന ഈ പിണറായി വിജയൻ സർക്കാർ ഭരണം മതിയാക്കി ഇറങ്ങിപ്പോണം എന്നാണ് മറിയക്കുട്ടി പറഞ്ഞത്. നമുക്ക് മറിയക്കുട്ടിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. മാസപ്പടി വീണ വിജയന് മാസപ്പടി മേടിക്കാമെങ്കിൽ ഞാൻ മാസപ്പടി മേടിക്കാൻ പോലില്ല. എൻ്റെ അവകാശത്തിൽപ്പെട്ട പെൻഷനല്ലേ ഞാൻ ചോദിക്കണേ. എൻ്റെ പെൻഷൻ എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കും കൊടുത്തിട്ടില്ല. 5 മാസത്തെ പെൻഷനേ ചോദിക്കണേ. അപ്പം ഞങ്ങൾക്ക് നല്ലൊരു ക്രിസ്മസ് തരുവാ. ഞങ്ങൾക്ക് ഉണ്ട് ഈ കഞ്ഞി കുടിക്കാനും ഇറച്ചിക്കറി കൂട്ടാനൊക്കെ ആഗ്രഹമുണ്ട്. അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അത് പിണറായിയുടെ കൂട്ടര രാഷ്ട്രീയം കളിക്കുന്നത്. പിന്നെ പറയുന്നു എന്നാ കോൺഗ്രസ്സുകാരിയാന്ന് തോന്നുന്നു. എനിക്ക് ഈ വിജയൻ്റെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അനുവാദമൊന്നും വേണ്ട. എനിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും വേണ്ട. അത് എനിക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ പോകും. അത് തടയാൻ പോരണ്ട, അത് നടക്കാനും പോണില്ല. അത് മുഖ്യമന്ത്രി ആയത് ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കുകയൊന്നും വേണ്ട. അത് തന്നെയല്ല, ഞങ്ങൾ വലഞ്ഞു. ഒരു കടയിൽ ഒരു സാധനം മേടിക്കാൻ നിവൃത്തിയില്ല. തീ പിടിച്ച വില. മാവേലി സ്റ്റോറിലാണെങ്കിൽ ഒന്നുമില്ല, റേഷൻ കടയിലൊന്നുമില്ല. അപ്പം ഈ രീതിയിൽ നടത്തിയ ഈ വിനോദയാത്ര നടത്തും. ഒരു ഉപ്പും മുളകും മേടിക്കാൻ റോഡിൽ ഇറങ്ങാനും പറ്റിയല്ല. അവരുടെ ഗുണ്ടകളുടെ കളിയാണ്. അപ്പോൾ കല്ലെടുക്കണം, വാളെടുക്കണം. ഈ പിണറായി ഈ വിനോദയാത്ര തുടങ്ങിയ പിന്നെ വഴിയിൽ നടക്കാൻ നിവൃത്തിയില്ല.
അപ്പോൾ ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വാർത്തയിൽ കാണാമല്ലോ, വീടുകൾ തകർക്കൽ, ആൾക്കാരെ തല്ലി തകർക്കൽ, ചെത്തത്തി മുക്കണ, ഇതെല്ലാം രാഷ്ട്രീയമാണോ? രാഷ്ട്രീയമാണ്. എൻ്റെ ഒന്ന് പിടിച്ച് കാണിക്കുക ആരാ ചോര ഒഴിക്കുകയെന്ന്. സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല നിങ്ങളെപ്പോലുള്ളവർക്ക് പെൻഷൻ നൽകാനാണോ പറഞ്ഞത്? ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോട്ടെ. ഈ ബക്കറ്റ് പിരിവ് നടത്തിയിട്ടുണ്ട്. ഈ കാണാവുന്ന കടകൾ തോറും ബക്കറ്റ് കൊണ്ട് കയറി 1000 രൂപ കൊടുത്ത് അവർക്ക് 10,000 20,000 ഒരേ കടയിൽ ചോദിക്കണം ബക്കറ്റ് പിരിവ്. ആ ബക്കറ്റ് പിരിവ് കൊടുത്തില്ല, കട തകർക്കും. ആ മീൻ വിറ്റുകൊണ്ടിരുന്ന ബാലത്തിൽ 10-15 കിലോ മീൻ വെച്ചു. അത് അവർ 5,000 ഒക്കെ 2,000 ഒക്കെ ചോദിച്ചു. ആ കൊടുക്കാഞ്ഞിട്ട് ആ മീനെല്ലാം തട്ടിക്കളഞ്ഞു. ആ മീൻ ആരിക്കൊണ്ടുപോയി. അത് മറിക്കുട്ടി പറഞ്ഞിട്ടാണോ? അതുപോലെ ഇവിടെ ഒരു മുതലാളിക്ക് ഒരു ശകലം മുളകും തോട്ടം ഉണ്ടാകും. അത് അതിലൊരു പണിക്കാരൻ ഈ CPM-കാരനായിരുന്നു. ആ ബക്കറ്റ് കൊണ്ട് തിരിവ് ചെന്ന് കൊടുത്തില്ല. ആ കൊടുക്കാത്ത കാരണം ആ ഒരൊറ്റ കൊല്ലത്തെ മുളക് മുഴുവൻ കളഞ്ഞു. ഒരു കൊടിയോ 2 ദിവസം പറിച്ചാൽ തീരെയല്ല, അത്രയും നല്ല സൈസ് കൊടിയാണ്. ഒന്ന് ഈശൻ വളരെ ഒടുങ്ങി പോന്നാൽ, പനംകുട്ടി ഒടുങ്ങി പോന്നാൽ, വെള്ളത്തൂല് ഒടുങ്ങി പോന്നാൽ, മൂന്നാർ ഒടുങ്ങിയുള്ള ആൾക്കാർ 10,000 ആൾക്കാർ പണിയെത്തുന്നുണ്ട്. ഇതുപോലെ ബക്കറ്റ് ബില്ല് നടത്തി അവർ കൊടുക്കാതെ വന്നു. കൊടുത്തിട്ട് അത് തൃപ്തിയാകുന്നില്ല. ലാസ്റ്റ് അവരുടെ വീട്ടിലേക്ക് ജാതിയാൻ പോയി. അവിടെ കോൺഗ്രസ് അവിടെ നിയന്ത്രിച്ചിട്ട് നിൽക്കാഞ്ഞിട്ട് BJP-ക്കാർ അവരെ രക്ഷിച്ചത്. BJP-ക്കാർ അവിടെ നിന്ന് ഇവർ പിന്നെ വീട് തീർക്കാൻ കിട്ടാഞ്ഞിട്ടാണ് പിന്നെ അവർ ഓഫീസിലേക്ക് ഒരു കൊല്ലത്തോളം പന്തലിട്ട് വന്നു. ഒരു കൊല്ലം ആ കമ്പനി തകർത്തു. ഇപ്പം ജനങ്ങൾക്ക് ഒരു പണിയില്ല, തെണ്ടി തിരിഞ്ഞ 4 കരയക്കടിയും പോയിക്കൊണ്ടിരിക്കുക. അത് മറിക്കുട്ടിയുടെ രാഷ്ട്രീയമാണോ? അതാ ഞാൻ ചോദിക്കണം. അതുകൂടെ തെളിവുള്ള കാര്യമല്ലേ? മറിക്കുട്ടി രാഷ്ട്രീയം ഒന്നല്ല വിളിക്കണം, കണ്ട കാര്യമാണ് പറയണത്. അതുപോലെ ഇപ്പോൾ ഇവിടെ ഈ അടിമാലി കരയിൽ ജീവിക്കാൻ മാർഗ്ഗമില്ല. അതുകൊണ്ട് പിള്ളേരൊക്കെ ഏതോ തമിഴ്നാട്ടിലൂടെയൊക്കെ പോയി എലിപ്പനി പിടിച്ച് വരുക. കണ്ട ചായക്കടയൊക്കെ ക്ലാസ് കഴിക്കൽ, പാത്രം കഴിക്കൽ, അത് ഈ BS പഠിച്ച പിള്ളേരെ MA പഠിച്ച പിള്ളേരൊക്കെ കഴിയണേ. ഇവർ സ്വന്തക്കും ബന്ധുക്കെല്ലാം ജോലി കൊടുക്കേണ്ടത്. ഇവരുടെ തൂപ്പുകാർക്ക് വരെ ഉണ്ട്. ഇത് മറിക്കുട്ടിയാണ് അതിൻ്റെ നിയന്ത്രിച്ചാണ്. മറിക്കുട്ടി പറഞ്ഞിട്ടാണ് ഈ പിണ്ടായി ഇങ്ങനെ കളിക്കണത്. ഇതിപ്പോ വൈകിട്ട് കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ടോ? അന്നേരം കോടതി ഒരു അനുകൂലമായിട്ട് എല്ലാവർക്കും ഗുണം കിട്ടുന്ന രീതിയിൽ ഒരു ഉത്തരവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. ഇത് കോടതി ഉത്തരവ് വരും, നല്ല ഉത്തരവ് വരും. നല്ല ഉത്തരവ് കിട്ടും, നല്ല ബോധ്യമുണ്ട്. അല്ലെങ്കിൽ ഇവനെ ഇറങ്ങിപ്പോട്ടെ. ആ കോടതിക്ക് നിയമമുണ്ടല്ലോ, ആ കോടതി ഇവനെ ഇറക്കി വിടട്ടെ. അതാ ചെയ്യേണ്ട. ജനങ്ങൾക്ക് ബോധ്യമില്ല, ജനങ്ങൾക്ക് വേണ്ട, ജനങ്ങൾ മടുത്തു. അപ്പോൾ ഇവൻ രാജിവെച്ച് പോകണമല്ലോ, നല്ല അത് കോടതി ചെയ്തു തരണം. ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം.